ആരോഗ്യം അമൂല്യം. ലഹരിയിൽ നിന്നും മോചനം, ഡി അഡിക്ഷൻ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വാനതി സുബ്രഹ്മണ്യം. 2017 കേരള സർക്കാരിന്റെ വിമുക്തി മിഷൻ എന്നുള്ളൊരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ആണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. എക്സൈസ് വകുപ്പും ആരോഗ്യ വകുപ്പും കൂടി ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ. എല്ലാ ജില്ലയിലും ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയുടെ കീഴിലാണ് വിമുക്തി പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ബീച്ച് ആശുപത്രി ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിലെ കീഴിലാണ് വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഇവിടെ നമുക്ക് OPയും അതുപോലെ തന്നെ അഡ്മിറ്റാക്കി കിടത്തി ചികിത്സയും ഉണ്ട്. OP ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളും രാവിലെ 9 മണി മുതൽ 2 മണി വരെ ഉണ്ടാകും. 12 ബെഡുള്ള ഒരു 2 വാർഡുകൾ, 8 ബെഡുള്ള ഒരു പുരുഷന്മാരുടെ വാർഡും അതുപോലെ 4 ബെഡുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡുണ്ട്. ഇവിടെ നമുക്ക് രോഗികളെ അഡ്മിറ്റാക്കി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ സൈക്യാട്രിസ്റ്റ്, മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തുടങ്ങിയവരാണ് ട്രീറ്റിംഗ് സ്റ്റാഫ്. ഇതുകൂടാതെ നഴ്സുമാര്, സെക്യൂരിറ്റി മുതലായ സപ്പോർട്ടിംഗ് സ്റ്റാഫും ഉണ്ട്. ഈ 3 വിഭാഗം സ്റ്റാഫും ഉള്ളതിനാൽ നമുക്ക് മരുന്ന് കൊടുത്തുള്ള ചികിത്സയും അതുപോലെ തന്നെ കൗൺസിലിങ്ങും പിന്നെ പുനരധിവാസ പരിപാടികൾ, റീഹാബിലിറ്റേഷനും ചെയ്യാൻ കഴിയും. നമുക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ജോലി, അതുപോലെ ചില ബന്ധങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ട്രീറ്റ്മെന്റിൽ നമ്മൾ മരുന്നും കൗൺസിലിങ്ങും കൂടാതെ സോഷ്യൽ വർക്കർ മുഖാന്തരം ഇവർക്ക് നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇതിനോടകം 15,000-ഓളം രോഗികൾ വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ കോഴിക്കോട് വന്നിട്ടുണ്ട്. അതിൽ 60% കൂടുതൽ ആൾക്കാരും ലഹരിയിൽ നിന്നും മോചിതരായവരാണ്. നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയ രോഗികൾക്ക് ഫോളോ അപ്പ് കൃത്യമായി എല്ലാ മാസവും വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. ഇതുകൂടാതെ എല്ലാ മാസവും ഒരു ദിവസം ഗ്രൂപ്പ് തെറാപ്പി, അതായത് ലഹരി നിർത്തിയവരുടെ ഒരു കൂട്ടായ്മയും ക്ലാസും തെറാപ്പിയും, ഈ തെറാപ്പിയിൽ നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. ലഹരി നിർത്തുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് അതിൻ്റെതായ പല വെല്ലുവിളികളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിലാപ്സ് അഥവാ ലഹരി നിർത്തിയാൽ വീണ്ടും ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ലഹരിക്ക് അടിമപ്പെടുക എന്നത് നമ്മുടെ തലച്ചോറിന്റെ ഒരു അസുഖമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ലഹരിയോടുള്ള ആസക്തി ഉണ്ടാവും. ആ ആസക്തി പൂർണ്ണമായിട്ടും ട്രീറ്റ്മെന്റിൽ മാറിയിട്ടില്ലെങ്കിൽ ചിലരിൽ അത് മാറ്റാൻ പ്രയാസവുമാണ്. അവരിൽ ലഹരിയിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വീണ്ടും കഴിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ലഹരിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ എല്ലാം ഒഴിവാക്കാൻ പറയാറുണ്ട്. എന്നാലും കൃത്യമായി വന്ന് കാണിക്കാത്തവരും അതുപോലെ മരുന്നുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നവരും എന്തെങ്കിലും മാനസിക പ്രയാസം ഒക്കെ വരികയും ചെയ്താൽ ചില സാഹചര്യങ്ങളിൽ ഇവര് വീണ്ടും ലഹരി ഉപയോഗിച്ചു പോകാറുണ്ട്. അങ്ങനെ ഉപയോഗിച്ചാൽ പഴയ അവസ്ഥയിലേക്ക് എത്താറുമുണ്ട്. ഈ ഒരു പ്രവണത നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായി വന്ന് കാണിക്കുകയും ഗ്രൂപ്പ് തെറാപ്പി പങ്കെടുക്കാൻ പറയുന്നതും. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും മറ്റും തെറ്റായ പല ഇൻഫർമേഷനുകളും ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് വന്നാൽ ബുദ്ധിമുട്ട് കൂടുമെന്നും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുമെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നത് നമുക്ക് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റിൽ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ലഹരിയിൽ നിന്നും മോചനം, ഡി അഡിക്ഷൻ. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ബീച്ച് ആശുപത്രി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ വാനതി സുബ്രഹ്മണ്യം.